സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് 1962 രൂപീകൃതമാവുന്നതിനും 50 കൊല്ലം മുൻപ് ആ പ്രദേശത്തെ പാതിരിക്കോട് എന്ന സ്ഥലത്ത് ഒരു മാപ്പിള LP സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പക്ഷേ ആര്യനെഴുത്ത് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും മതവിരുദ്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന യാഥാസ്ഥിതിക മുസ്ലിം കുടുംബങ്ങളായിരുന്നു അവിടെ അധികവും. അതുകൊണ്ട് മതപഠനത്തിനായി ഏതാണ്ട് എല്ലാ കുട്ടികളും ഓത്തുപള്ളിക്കൂടങ്ങളിൽ മുടക്കമില്ലാതെ പോയിരുന്നപ്പോഴും സർക്കാർ സ്കൂളിനും ആധുനിക വിദ്യാഭ്യാസത്തിനും നേരെ അവർ മുഖം തിരിഞ്ഞു നിന്നു. മലബാർ ലഹളയിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്കിരകളായി രക്തസാക്ഷികളായ ധീരദേശാഭിമാനികളുടെ നാടായിരുന്നുവെങ്കിലും അക്ഷരാഭ്യാസപ്പറ്റക്കാർ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നില്ല. തന്മൂലം ഇന്ന് വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിൽ നാം പരിചയപ്പെടുന്ന അലവി ഹാജിക്ക് 2ാം ക്ലാസ് വരെ പഠിക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ 75 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് കുടുംബസ്വത്തായ 2 ഏക്കർ സ്ഥലത്ത് ഒരു സർക്കാർ ഹൈസ്കൂൾ കൊണ്ടുവരാനും തന്റെ 7 മക്കളെയും പഠിപ്പിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സാധാരണ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ പുറകിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കാൻ പോയിട്ട് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളൊന്നും തീരെ ഇല്ല. ഞങ്ങളൊരു 6 ആണും 3 പെണ്ണും 9 ആളടങ്ങിയ ഒരു ഫാമിലിയാണ് എൻ്റെ. അപ്പോൾ അക്കാലഘട്ടത്തിൽ പഠിപ്പിക്കാനോ അതല്ലേച്ചെങ്കിൽ ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും ആൾക്കാരും തയ്യാറാവില്ല. കാരണം അവരുടെ ആ സാമ്പത്തിക ശേഷി കുറവ്, അല്ലാതെ മറ്റുള്ളതൊന്നുമല്ല. അപ്പോൾ അക്കാലഘട്ടത്തിൽ ഈ 25% കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഇപ്പം ഇവരെ പഠിപ്പിച്ച് ഈ നിലവാരത്തിലെത്തിച്ചത്. അത് കുറേ പ്രയാസപ്പെട്ട ഒരു രീതി തന്നെയാണ്. അത് കിട്ടുന്ന കാശ് മൊത്തം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കിയാൽ ഭാവിയിൽ നിനക്കൊരു ജീവിതമല്ലേ, ആ ജീവിതത്തിന് ഇതെന്ത് ചെയ്യും എന്ന് ഫാമിലിയിൽ നിന്ന് മൊത്തം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിവരെ 7 ആളെ വിദ്യാഭ്യാസത്തിന് വിടുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് മലപ്പുറം ജില്ല എന്നല്ല കേരളം ഒട്ടാകെ ഇപ്പോൾ ഈ ഒരു നിലവാരത്തിൽ ബാക്കിൽ പോകാൻ പ്രത്യേകിച്ചും ഈ സമുദായത്തിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലെ തലമുറക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. 1. 2ാമത് സാമ്പത്തികമായിട്ട് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കാലത്ത് കൂടുതൽ പൈസ ഉണ്ട്, കൂടുതൽ ചിലവാക്കുന്നുണ്ട്. അക്കാലത്തും കുറഞ്ഞ ചിലവേ ഉള്ളെങ്കിലും ആ ചിലവ് വഹിക്കാൻ ആൾക്കാർക്ക് ശേഷി ഉണ്ടായില്ല. പിന്നെ ഞങ്ങളെ സമുദായത്തിൽ 2 വിദ്യാഭ്യാസവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് മതപരമായിട്ടുള്ളതും മറ്റേ ഈ 2 വിദ്യ. അപ്പോൾ ആ കാരണം കൊണ്ടും ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. 3ാമതൊന്നിപ്പോൾ സ്ത്രീകൾ പെൺകുട്ടികളെയൊന്നും ആ കാലഘട്ടത്തിൽ ആരും പുറത്തേക്ക് വിടാൻ ഒരു 10-12 വയസ്സായ, അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ൻ്റെ മുമ്പായിട്ട് അന്ന് നല്ല തിരക്കൊക്കെ പോവും. നല്ല തിരക്കെന്ന് പറയുമ്പോൾ കഴിച്ച് ബാക്കി ഈ കുറച്ചൊരു 12-15 വയസ്സിലേക്ക് എത്തുമ്പോഴേക്കിന് പിന്നെ അത് ചിലവില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഏറ്റവും നേരത്തെ കല്യാണം കഴിച്ച് വിടുന്ന ഒരു കാലമായതിൻ്റെ പേരിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് പോകാനുള്ള പല കാരണങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക കുറവ് തന്നെയാണ്. പിന്നെ സമുദായത്തിൻ്റെ ബാക്കിലുള്ള ആൾക്കാർ, അപ്പോൾ എൻ്റെ പിന്നിലെ തലമുറ ഞങ്ങൾ 9 മക്കളാണ്, 3 പെണ്ണും 6 ആണും. ഞങ്ങളാരും സ്കൂളിൽ തന്നെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 2ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്.
കഴിച്ച് ബാക്കിയുള്ളവരൊന്നും കാര്യമായിട്ട് സ്കൂളിൽ തന്നെ പോയിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഒരു ഉയർന്ന ഫാമിലി, അതായത് അന്നത്തെ ടോപ്പിലെ ഒരു ഫാമിലി. കാരണം അന്നത്തെ കാലത്ത് അതിന് വേറെ ഒരു കാരണവും കൂടിയുണ്ട്. അന്ന് ഇപ്പോൾ ജോലിക്ക് പോയാൽ ഇത് വിദ്യാഭ്യാസത്തിന് പോയി എൻജിനീയറിങ്ങോ ഡോക്ടർ ഭാഗമോ അല്ലെങ്കിൽ അധ്യാപകനോ ISS IPS IAS ഏതായി കഴിഞ്ഞാലും ഇവന് ഈ കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അന്ന് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്നില്ല. അന്ന് 18 റുപ്യ. ഇപ്പോൾ എൻ്റെ ഒരു കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ എളാപ്പാനെ, അതായത് എൻ്റെ ആൻ്റെ അനുജത്തിനെ കല്യാണം കഴിച്ച ഒരാളെ ഇവിടെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നിപ്പോൾ നമ്മൾ 20 ലക്ഷം 30 ലക്ഷം കൊടുത്ത് ചേരുന്ന സ്ഥാനത്തേക്ക് 10 ഉറുപ്പ്യ ഈ അധ്യാപകന് കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു മുസ്ലിം അധ്യാപകനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് ഇരിങ്ങാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇല്ല അന്നത്തെ കാലത്ത്. മറ്റേ ഞങ്ങളുടെ സമുദായത്തിലൊന്നും ഒരു വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ തീരെയില്ല. എടപ്പറ്റ പഞ്ചായത്തിലെ ഏപ്പിക്കാട് എന്ന സ്ഥലത്ത് ചാലിൽ മുഹമ്മദ് എന്ന കുഞ്ഞിപ്പു ഹാജിയുടെയും ആയിഷയുടെയും 9 മക്കളിൽ 4-ാമനായാണ് അലവി ഹാജി ജനിച്ചത്. കൃഷിപ്പണിയാണ് കുഞ്ഞുനാളിലെ അഭ്യസിച്ചത്. 10 വയസ്സുള്ളപ്പോൾ തന്നെ കന്നുപൂട്ടാൻ തുടങ്ങി. ഭൂമിയെല്ലാം പഴയ നിയമപ്രകാരം ക്ഷത്രിയ ബ്രാഹ്മണ ജന്മികളുടേതായിരുന്നു. ആകെ വിളവിന്റെ പകുതി അവർക്ക് കൊടുക്കണം. ബാക്കിയുള്ളതിൽ പാതി പാടത്ത് പണിയെടുക്കുന്നവർക്കും പോകും. പിന്നെയുള്ള 4-1 കൊണ്ടുവേണം വീട് പുലരാൻ. പക്ഷേ അലവി ഹാജി 2ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതോ സഹോദരങ്ങൾ തീരെ പഠിക്കാൻ പോകാതിരുന്നതോ പണത്തിന്റെ കുറവ് കൊണ്ട് മാത്രമായിരുന്നില്ല. അത് അവിടെ ഒരു ജീവിത രീതിയായിരുന്നില്ല. നേരം പുലരുക, സ്വല്പം കഞ്ഞിവെള്ളം കുടിക്കുക, നേരെ പാടത്തേക്ക് ഇറങ്ങുക എന്നതായിരുന്നു സമ്പ്രദായം. ഞാൻ 2ാം ക്ലാസ് പഠിച്ച ശരിക്കും എനിക്ക് പേര് മലയാളത്തിൽ ഇങ്ങനെ കഷ്ടിച്ച് എഴുതാൻ അറിയുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇംഗ്ലീഷിലൊരക്ഷരം എനിക്കറിയില്ല. അക്കാലഘട്ടത്തിൽ ഞാൻ ഏപ്പിക്കാട് ഒരു ചെറിയ പീടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പീടിയിൽ പഞ്ചായത്തുകാർ വാടക കൊടുക്കും. അവർ വാടക തരുന്നത് എനിക്ക് ചെക്കായിട്ടാണ്. ഒരു 10 റുപ്യൊക്കെയാണ് പഞ്ചായത്ത് വാടക തന്നിരുന്നത്. 10 റുപ്യാണ്. അപ്പം ഈ 10 റുപ്യ 30 റുപ്യായിട്ട് വാങ്ങൂല. വല്ലതും ഒരു 4-5 മാസത്തെ വാടക ഒന്നിച്ച് വാങ്ങിയിട്ട് 50-100 റുപ്യ ആകുമ്പോൾ അതുകൊണ്ട് ട്രഷറിയിൽ പോകും. അങ്ങനെ ട്രഷറിയിൽ ചെന്നത് എഴുതി ഒപ്പിടുമ്പോൾ ഒരൊപ്പ് എന്ന് ഒരിക്കട്ട, പിന്നെ തൊട്ടടുത്ത ഒപ്പ് വേറെ ഒന്നാവും. അങ്ങനെ ഓഫീസർ വിളിച്ചിട്ട്, അല്ല എന്താപ്പത് ഇങ്ങനെയൊക്കെ? സർ, ഞാനൊരു കർഷകനാണ്, എനിക്ക് ചിലപ്പോൾ എഴുതുമ്പോൾ പല നിലവാരത്തിൽ അത് പറ്റൂല, കാശ് തരൂല, ഒരേ ഒപ്പിടണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പല രംഗത്തും, ഒരു തൊഴിൽ മാത്രമല്ല പല രംഗത്തും ഇങ്ങനെ പരാജയം എന്ന് പറഞ്ഞാൽ വഷളാകുമ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ പരമാവധി, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച് അതിന് അവരെ മാക്സിമം ട്രൈ ചെയ്ത്, കുടുംബത്തിൽ നിന്ന് പോലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പോക്ക് എന്ത് പോക്കാണ്. കാരണം 100 റുപ്യ കിട്ടുന്നുണ്ട് വിചാരിച്ചാൽ 200 റുപ്യ ചിലവാക്കി കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു തത്വം ആർക്കും യോജിച്ചാലല്ലോ ഭാവിയിൽ ഒരു ജീവിതം വേണ്ടേ. സ്വന്തം കുടുംബത്തിന് വിമർശനം ഉണ്ടായില്ല. അതൊന്നും ഒരു കഥയല്ല, വരും പോലെ വരും എന്നുള്ള ഒരു നിലക്ക് മാക്സിമം കിട്ടുന്ന സംഖ്യയൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അത് അൽഹംദുലില്ലാ 100% വിജയിച്ചു. ഞാൻ പഠിപ്പിച്ചാൽ പോലെ അവർ പഠിക്കണല്ലോ. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം അവർ പഠിച്ചു. 100% അവർ വിജയിച്ചു. അവരെല്ലാവരും ഒന്ന് അത്യാവശ്യം ഒരു മാന്യമായ, അവർക്ക് അരി വാങ്ങാനുള്ള കാശിൻ്റെ ഒരു ജോലി കൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ ഈ 2ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് അന്ന് 10-12 വയസ്സിലൊക്കെ കന്നുകൂട്ടാൻ തുടങ്ങും. കന്ന് കൂട്ടുകയെന്ന് പറഞ്ഞാൽ അന്ന് വലിയ കൃഷിയാണ്. ഒരു 4 ജോഡി കന്ന് പൂട്ടാനും 2 ജോഡി കന്ന് ഊരാനും ഒരു 100 ചില്ലാനം പറ വിത്ത് പാകി പറിച്ച് നടുന്ന സ്ഥലം കൈകാര്യം ചെയ്തിരുന്ന അതിൻ്റെ ഏറ്റവും തലപ്പത്ത് ഞങ്ങൾ ആൾക്കാർ കുറേ ഉണ്ട് വിചാരിച്ചാലും ഞാനായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അത് കാരണം കഴിച്ച് ബാക്കി മുന്നോട്ട് പഠിക്കാൻ എനിക്ക് അന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ പഠിക്കാൻ പറ്റാവുന്ന സാഹചര്യം ഉണ്ടായില്ല. എൻ്റെ പേരിൽ പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഏകദേശം SSLC പഞ്ചായത്ത് തന്നെ ആദ്യമായിട്ട് പാസ്സാകുന്ന ഒരു വ്യക്തിയായിരിക്കണം. 76 വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയ. 4ാം ക്ലാസ് വരെ മാത്രമുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. എന്നെ ഒരു 40 വർഷം മുമ്പ് തന്നെ ഇവിടുത്തെ LP സ്കൂളിൽ നിന്ന് മേലാറ്റൂർ LP സ്കൂളിലേക്ക് 2ാം ക്ലാസ്സിലാണോ 3ാം ക്ലാസ്സിലാണോ എന്നറിയില്ല, അന്ന് ഇവിടുന്ന് മാറ്റി ഉപ്പ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട്. ഉപ്പ പഠിച്ച സ്കൂളാണ്. ഉപ്പാൻ്റെ വ്യക്തിത്വം ഒരു വേറിട്ട വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. പലർക്കും സഹായങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പലരും ചിലപ്പോൾ ഈ വേറിട്ട വ്യക്തിത്വം കൊണ്ട് എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉപ്പ. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെറുപ്പം മുതൽക്ക് തന്നെ ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നിയിരുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പ്രോത്സാഹനം നൽകി പോന്നു. ഓരോ പരീക്ഷ കഴിയും തോറും ഇങ്ങനെ വന്ന് ചോദിക്കും, എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കമ്പൽഷനൊന്നുമല്ല, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. രണ്ടേക്കർ സ്ഥലം സൗജന്യമായി കിട്ടിയാൽ എടപ്പറ്റ പഞ്ചായത്തിൽ ഒരു സ്കൂൾ അനുവദിക്കാമെന്ന് സർക്കാർ അറിയിപ്പ് വന്നെങ്കിലും സ്ഥലം വെറുതെ കൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് ദാനം ധനത്തെ കുറയ്ക്കുന്നില്ല എന്ന ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ സ്വർഗത്തിലേക്കുള്ള പാതയിലാണെന്നും മറ്റുള്ള മതബോധനത്തിന്റെ ഓർമ്മയിൽ അലവി ഹാജി തന്റെ പിതാവായ കുഞ്ഞിപ്പു ഹാജിയെ കണ്ട് വിവരം പറഞ്ഞത്. അങ്ങനെ ആ മഹാമനസ്കന്റെ ഔദാര്യത്തിൽ എടപ്പറ്റ ഗവൺമെന്റ് UP സ്കൂൾ യാഥാർത്ഥ്യമായി. പിന്നീട് അത് ഹൈസ്കൂളായി. അലവി ഹാജിയാണ് സ്കൂൾ വികസന സമിതി ചെയർമാൻ. തന്റെ 7 മക്കളെയും അവിടെ തന്നെ പഠിപ്പിച്ചു. സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും 2 കുട്ടികൾക്ക് വീതം വർഷം തോറും സ്കോളർഷിപ്പ് നൽകി ഹാജി ജ്ഞാന സമ്പാദനത്തിന്റെ വഴിയിൽ പ്രോത്സാഹന ദീപമായി പ്രകാശിക്കുന്നു. 73-74 ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടപ്പോൾ ഗവൺമെന്റ് 2 ഏക്കർ സ്ഥലം ഗവൺമെന്റിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നും ഒരു നിബന്ധന വെച്ചുകൊണ്ടാണ് അന്ന് ഈ ഓർഡർ ഇട്ടത്. ആ നിബന്ധന വെച്ചപ്പോൾ ആ 2 ഏക്കർ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ എടപ്പറ്റ പഞ്ചായത്ത് മൊത്തം മീറ്റിംഗ് വിളിച്ചു വിട്ടു. പല ആൾക്കാരോടും അന്വേഷിക്കും. 2-3 മീറ്റിങ്ങുകൾ കൂടി പിരിയുകയും ചെയ്തു. അവസാന മീറ്റിങ്ങിലാണ് ഇങ്ങനെ ഈ സ്ഥലം വന്ന അത്ര വലിയ മെച്ചപ്പെട്ട സ്ഥലമൊന്നുമല്ല, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കുകയും അത് അവർ വന്ന് നമുക്ക് ഇതാക്കാം എന്ന് പറഞ്ഞ് ഈ സ്ഥലം സെലക്ട് ചെയ്യുകയും അതിന് ഇപ്പാനോട് സമ്മർദ്ദം ചെലുത്തി ഇപ്പാൻ്റെ അടുത്ത് അതിൻ്റെ സമ്മതം മേടിച്ച് ജ്യേഷ്ഠനെ കൊണ്ട് അതിൻ്റെ തീരു കൊടുപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ നാട്ടിലെ ഒരു ഭേദപ്പെട്ട ആളായിരുന്നു. അതായത് സാമ്പത്തികമായിട്ട് കാലഘട്ടത്തിൽ ഇവിടെ ഈ നാട്ടിൽ 1-ാം നമ്പറാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു അത്യാവശ്യം നല്ല, പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പുറകിലായിരുന്നു. സ്വന്തം മലയാളത്തിൽ പോലും പേരെഴുതാൻ അറിയില്ലായിരുന്നു. എന്നിട്ട് വെറുതെ മുഹമ്മദ് എന്ന് എഴുതി അവസാനം കുറേ വഴുകിയിട്ടാണ് മുഹമ്മദ് എന്ന് എഴുതി പഠിച്ചത്. അങ്ങനെ മറ്റ് കഴിച്ച് ഭാഗ്യം എന്നാൽ പിന്നെ എത്രയോ ഉറുപ്പിയുടെ കച്ചവടങ്ങളൊക്കെ നടക്കുമ്പോൾ കണക്കൊക്കെ ഒന്നും എഴുതി കൂട്ടാതെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഉറുപ്പിയുടെ കണക്കാണ് വിചാരിച്ചാൽ ഒരു ഉപ്പാക്ക് അതാ കൊടുക്കണോടുകൂടെ വാങ്ങണോടുകൂടി അതിൻ്റെ കണക്ക് മനസ്സിൽ കൂട്ടി പറയും. കച്ചവടം എല്ലാവിധ മരഞ്ചരക്ക് കച്ചവടവും ചക്ക കച്ചവടവും മാങ്ങ കച്ചവടവും എല്ലാവിധ കച്ചവടങ്ങളും ഉണ്ടായി. പിന്നെ കുട്ടികളോടൊക്കെ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളായിരുന്നു. അതേ സമയത്ത് വാപ്പാൻ്റെ അടുത്ത് അങ്ങനെ കാശൊന്നും ഉണ്ടാവില്ല, ഇനി ഉണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് കുറേ കാശ് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. കുട്ടികൾ കാശ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്ത് സപ്പോർട്ട് വേണം വെച്ചെങ്കിലും ബാക്കിൽ നിന്ന് ചെയ്തു കൊടുക്കും, അതിന് നിർദ്ദേശം കൊടുക്കും, അതിന് വേണമെങ്കിൽ സഹായം കൊടുക്കും. അങ്ങനെ കുട്ടികൾ ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടെ വളർത്തിയ ഒരാളാണ്. നാട് വിട്ടു പോകാൻ പലപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. കൃഷി നേരം വെളുത്താൽ
പോകണം. അതായത് ഈ കന്ന് പൂട്ടുക എന്നുള്ള ഈ ഒരു പണി രാവിലെ മുതലേക്ക് എല്ലാ കാലഘട്ടത്തിലും 3 വേളയാണ് ഈ 3. അപ്പോൾ അങ്ങനെ മടുത്തപ്പോൾ നാട്ടിൽ നിന്ന് വിട്ടാലും കുഴപ്പമില്ല എന്ന് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ നാട് വിട്ടാലൊരു ബോർഡ് വായിക്കാൻ അറിയില്ല, യാതൊരു കഥയും അറിയില്ല, പിന്നെ നാട് വിട്ടു പോയിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ അന്ന് പോയില്ലാന്നേ ഉള്ളൂ. അന്ന് പോകാനൊക്കെ താല്പര്യം കൂടുതലുണ്ടായിരുന്നു. എന്നെ 13 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുന്നു. വേലാറ്റൂരിന് എന്നെ 13 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുന്നു. സുഖമായി അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു. 15 വയസ്സ് കഴിയുന്നതോടുകൂടി വലിയ മോനെ പ്രസവിച്ചു. അങ്ങനെ സുഖമായി വീട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പ്രസവം. എല്ലാ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ 9 കുട്ടികളുണ്ടായി. 7 കുട്ടികളെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും ജോലിക്കാരായി. അങ്ങനെ സുഖമായി കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാനും തന്നെ കാര്യമായിട്ടുണ്ടാവുക. ഇവിടെ എല്ലാവരും ജോലിക്ക് പോയാൽ ഞങ്ങൾക്കും പണിക്കാരും ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ജീവിതം പോകുന്നു. പ്രപഞ്ചത്തിന്റെ ഉടമാവകാശം ദൈവത്തിനുള്ളതാകുന്നുവെന്നും മനുഷ്യൻ അവനിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരു ട്രസ്റ്റ് മാത്രമാണെന്നും അലവി ഹാജി വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഭൗതിക പ്രക്രിയകളും ആധ്യാത്മിക അധിഷ്ഠിതമാണ്. അഥവാ ഭൗതികതയും അഭൗതികതയും ഹാജിയിൽ അന്യോന്യം പൂരകമായാണ് വർത്തിക്കുന്നത്. വ്യക്തി നന്മകൾ ഒരിക്കലും സമൂഹ നന്മകൾക്കെതിരാവാൻ പാടില്ലെന്നും ഈ ഗ്രാമീണ കർഷകന് നിർബന്ധമുണ്ട്. സാമൂഹ്യ ജീവിതത്തിൽ ഒരു ഉത്തമ സമുദായം കെട്ടിപ്പടുക്കാൻ മനുഷ്യൻ സ്വീകരിക്കേണ്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഹാജി ശ്രദ്ധ ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയും 7 മക്കളും 7 മരുമക്കളും 15 പേരക്കുട്ടികളും ഒത്തുള്ള ഹാജിയുടെ ജീവിതം ഒരിക്കലും ദുരിതപർവ്വത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ എല്ലാ കൊല്ലം ഇവിടെ ഏറ്റവും ടോപ്പിൽ, അതായത് അതിപ്പോൾ ഈ സ്കൂൾ തുടങ്ങിയ അന്ന് മുതൽക്ക് ടോപ്പിൽ മാർക്ക് മേടിച്ച് പാസ്സായ കുട്ടികൾക്ക് അത് 2-3 ഡിവിഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഡിവിഷനും തയ്യാറില്ല. എല്ലാ ഡിവിഷനിലും എല്ലാ കുട്ടികൾക്കും കൊടുക്കൂല. ഇപ്പോൾ ഈ കൊടുത്തമാര് ഏറ്റവും ടോപ്പിൽ മാർക്ക് മേടിച്ച കുട്ടികളെ ഒരു ഡിവിഷനിൽ നിന്ന് 2 കുട്ടികളെ വീതം തിരഞ്ഞെടുത്ത് 4-5 ഡിവിഷൻ ഉണ്ട് വിചാരിച്ചാൽ 10 കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ ഈ കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടികളെ കണ്ട് മറ്റുള്ളവരും കൂടി മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണത്, അല്ലാതെ വേറെ കഥകളൊന്നുമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സിനിമ, ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു രീതി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു സിനിമ നമുക്ക് എടുത്താലോ എന്ന് ഒരു ചർച്ച വന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് നമ്മുടെ ഈ ബഹുമാനായ ചാലിൽ അലവി സാഹിബാണ്. ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയാണ് ഈ കാണുന്നത്. കാരണം ഒരു ദിവസം ചെന്നപ്പോൾ പഞ്ചായത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ തൈ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുപോകാൻ പറഞ്ഞു. ഫ്രീ ആയിട്ട് ഒരു വഴുതനങ്ങ, മുളക്, തക്കാളി, ചീര പോലത്തെ സാധനങ്ങൾ കൂടയിലാക്കിയിട്ട് അവർ തന്നു. അത് കൊണ്ടുവന്ന് ഞാനിവിടെ വേറെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് അവിടെ കൊണ്ടു വെച്ചു. കുറച്ച് വളം ചെയ്തു. പക്ഷേ ഈ വളം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ രീതിയിലല്ല ഞാൻ ചെയ്ത്. 2 കൊട്ട, അതായത് 3-1 വളവും 2 മണ്ണും. അങ്ങനെ 3-1 വളം ചേർത്ത് മണ്ണ് ആദ്യം മിക്സ് ചെയ്തിട്ട് അത് കൂടയിൽ അടച്ചു. അത് കൂടയിൽ അടച്ചിട്ട് പിന്നെ അതിന് വളമൊന്നും ചെയ്തില്ല. അത് ഈ തൈ ചെറുത് ഇതിൽ വെച്ചപ്പോൾ നല്ലോണം തയ്ച്ച് വളർന്നു, കായ്ച്ചു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അതിനെ നനച്ചു കൊടുത്ത് ആ കായ എടുത്ത് ആ കായ ഏറെക്കുറെ അവസാനിച്ചു തോന്നിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ ആ മഴ പെയ്തപ്പോൾ ഇവിടെ കുഴിയിട്ടിട്ട് ആ കൂടാണ് കളഞ്ഞിട്ട് ഈ കുഴിയിലേക്ക് അത് മാറ്റി വെച്ചു. അപ്പോൾ ആ കായ് നിൽക്കാതെ അതേ രൂപത്തിൽ ഇതിഞ്ഞിപ്പോൾ ഈ വർഷം കഴിയുന്നവരെ സുഖമായിട്ട് കായ്ക്കും. എഴുത്തും വായനയും ചിന്തയും ദർശനവും ബോധവുമൊക്കെ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്ന അഹംബോധത്തിന്റെ ഫലങ്ങളാണ്. വായിക്കുവാനും പഠിക്കുവാനും മനുഷ്യകുലത്തെ ഉറക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഉദയം കൊണ്ട ഒരു മഹത് സംസ്കാരത്തിന്റെ ഭാഗമായി പിറവിയെടുക്കാൻ കഴിഞ്ഞതിൽ അലവി ഹാജി തീർച്ചയായും അഭിമാനം കൊള്ളുന്നുണ്ട്. മനുഷ്യന്റെ അഹംബോധം ഈശ്വരദത്തമായ ഉൾപ്രകാശം തന്നെയാണെന്നും അതിനെ ഭൗതിക തലത്തിലേക്ക് ഉപകാരപ്രദമായി ഉജ്ജ്വലിക്കുമ്പോഴാണ് അവൻ
ആത്മീയ ഔന്നത്യത്തിലേക്ക് ദൈവമാർഗത്തിലേക്കും ഉയരുന്നത് എന്നും ഈ പഴയ 2ാം ക്ലാസ്സുകാരൻ മനസ്സിലാക്കുന്നു. ജീവിതം വെറും ഐഹിക ആനന്ദങ്ങളോ ഐഹിക നിഷേധങ്ങളോ അല്ല, രണ്ടിൻ്റെയും സങ്കലനമാണെന്ന് പ്രവാചകനായ നബിയുടെ ജീവിതം തന്നെ മാതൃകയായി സ്വീകരിച്ച് ചാലിൽ അലവി ഹാജി തെളിയിക്കുന്നു. ഇന്നത്തെ രീതിയിൽ സന്തുഷ്ടമായ ഒരു കുടുംബമാണ് 7 മക്കളിൽ 7 ആളും വിദ്യാഭ്യാസം നേടി. അത് മക്കളല്ല, മക്കളോട് ബന്ധപ്പെട്ട മരുമക്കളും അങ്ങനെ 7 14 ആൾ ഇന്ന് ജോലി എടുക്കുന്നുണ്ട്. അതേ സമയത്ത് പിന്നീട് 15 മക്കൾ അവർക്കുണ്ട്. ഈ 14 ആൾക്ക് 15 മക്കളുണ്ട്. ആ 15 മക്കളിലും ഒരു പകുതിയിലേറെ ആൾക്കാർ ഇന്ന് പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നുകൊണ്ടും അതിന് വിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. പകുതിയോളം ആൾക്കാർ ഈ താഴത്തെ ക്ലാസ്സുകളിൽ പഠനം തുടർന്നു പോകുന്നു. ആരും പുറകോട്ടല്ല, എല്ലാവരും ഒരാളെ തോൽപ്പിക്കാൻ തക്ക വിധത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം അതിന് അള്ളാനെ ഏത് സമയത്തും സ്തുതിച്ചുകൊണ്ടിരിക്കും.